നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഓക്കെ യു ഹാവ് ക്യാൻസർ എന്ന് പറയുന്നത് അത് ഏത് രോഗമാണെങ്കിലും അത്ര എളുപ്പമല്ല. ക്യാൻസറിൻ്റെ കാര്യത്തിൽ അത് ഒട്ടും എളുപ്പമല്ല. നിങ്ങളത് എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് എനിക്കറിയേണ്ടത് ഡോക്ടറുടെ കാര്യമാണ്. കാരണം ഡോക്ടർ ഇപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ ഡോക്ടർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അത് എങ്ങനെയാണ് ഒരു രോഗിയോട് പറയുക? ഞാൻ പൊതുവെ ആദ്യം തന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയാറില്ല. പക്ഷേ ഞാൻ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും. അത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് പറയും. പലരും എന്താ വെച്ചാൽ ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത കൂടുതലാണ്. അപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെ നാട്ടിലുള്ള ഈ രോഗികൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ അപ്രിഹെൻഷനൊക്കെ കൂടാറാണ് പതിവ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സാധാരണഗതിയിൽ പറയും, ഇത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട സംഭവമല്ല, ഒന്നുകിൽ നിങ്ങളായിട്ട് തന്നെ പറയുക ഒരു ലൈറ്റർ വേർഷനിൽ. അതായത് ഇത് അസുഖമാണ്, പക്ഷേ അത് നമുക്ക് ചികിത്സിച്ച് മുഴുവനായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് എന്ന കാര്യം അദ്ദേഹത്തിന് പേഷ്യൻറ്റിനെ അറിയിക്കണം എന്ന് പറയും. അത് ഒന്നുകിൽ നിങ്ങൾ തന്നെ അറിയിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയാം എന്ന് പറയും. അപ്പോൾ ഇതിൽ ചില ബൈസ്റ്റാൻഡേഴ്സ് പറയും അത് എന്നാൽ ശരി, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കുറച്ചുകൂടി ഒരു തഞ്ചത്തിൽ ഉള്ള സമയത്ത് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയും. ചിലവർ നമ്മളടുത്ത് വളരെയധികം ഈ സമയം കൊണ്ട് കോൺഫിഡൻറ്റ്, ഇത് ആദ്യത്തെ മീറ്റിംഗ് ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ മേലൊരു കോൺഫിഡൻസ് വന്നവരാണെങ്കിൽ അവർ പറയുന്ന ഡോക്ടർ തന്നെ പറയൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയേണ്ടി വരാറുള്ളത്. അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് കേസസ് പറയാനുണ്ടോ ഡോക്ടർക്ക്? ഇതിലെ രസകരമായ സംഭവം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ, ഇപ്പം മാമുക്കോയയുടെ കഥ മാമുക്കോയ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ബയോപ്സി എടുത്തു, റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അസുഖമാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അത് വളരെ പോസിറ്റീവായിട്ടാണ് അസുഖത്തിനെയും ചികിത്സയെയും സമീപിച്ചത്. ഇത് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് എൻ്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. അന്ന് ആ പുസ്തകം ഏറ്റുവാങ്ങിയത് അദ്ദേഹമായിരുന്നു. അപ്പം അന്ന് ആ വേദിയിൽ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ചിരുന്നു. ക്യാൻസറിനെ കുറിച്ചൊക്കെ പേടിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ചിരിച്ചും കൊണ്ടാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ക്യാൻസറാണ് എന്നുള്ളത്. അപ്പം ഞാനും അത് കേട്ടിട്ട് ചിരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഒരു ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് ചിരിച്ച ഒരാൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഡോക്ടർ ഇദ്ദേഹമായിരിക്കും, കേട്ടിട്ട് തിരിച്ചൊരാള് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സരസമായിട്ടാണ് അത് അന്ന് സംസാരിച്ചത്.